വന്യജീവി ആക്രമണം സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തടയാൻ ഒരു ഉന്നതാധികാര സമിതിയെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സമിതിയുടെ ചെയർമാനായിരിക്കും, വനം മന്ത്രി വൈസ് ചെയർമാനാകും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനങ്ങൾ. എം കെ വിനോദ് തന്നെ ചെയ്തിട്ടുണ്ട്. വിനോദ്, ഈ വന്യജീവി ആക്രമണം തടയാനുണ്ടാക്കിയ പുതിയ സമിതി എന്തൊക്കെയാണ്? ഈ സമിതിയുടെ പ്രധാന അജണ്ടകൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സമിതി കൈകാര്യം ചെയ്യുക? ഉമേഷ്, സമിതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊള്ളുക തുടങ്ങിയ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രഥമ പരിഗണനയായി ആദ്യം തന്നെ പരിഗണിച്ച വിഷയം അതാണ്. കാരണം വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഇപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. അതായത് കാട്ടുപന്നിയെ ഇടിച്ച് വാഹനം മറിഞ്ഞ ഒരാൾ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ വിഷയമാണ് ഇന്നിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭാ യോഗം ആദ്യം തന്നെ പരിഗണിച്ചത്. അതുകൊണ്ടാണ് വന്യജീവി ആക്രമണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉന്നത അധികാര സമിതി തന്നെ രൂപീകരിക്കുകയാണ്. സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാനായി വനം മന്ത്രിയും ഈ സമിതിയിൽ ഉണ്ടാകും. ഈ സമിതി ഏതെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കുക, എന്തെല്ലാം കാര്യങ്ങളിലാണ് സഹായം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനങ്ങൾ പുറത്തു വരിക. അതുകൊണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഒരു ഉന്നത അധികാര സമിതി തന്നെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്ഥലത്തെ ജനങ്ങൾ, അവിടുത്തെ സമുദായ സംഘടനകൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ വളരെ പ്രകോപനപരമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധമുയർത്തുകയാണ്. കാരണം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. മന്ത്രി എത്ര അധികാരികളോട് പറഞ്ഞിട്ട് യാതൊരു മാറ്റവുമില്ല. നിങ്ങൾക്കിതൊന്നും നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകൂ എന്നുള്ള കാര്യം തന്നെ ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിന് ഇത് വലിയ തലവേദനയാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെടുന്നു എന്നുള്ളൊരു തോന്നലെങ്കിലും വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിനോദ്, ഈ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ഒക്കെ മന്ത്രിസഭയുടെ ഭാഗമായി തന്നെയുള്ള ആളുകളാണ്. ഈ വിഷയത്തിലൊക്കെ ശാശ്വത പരിഹാരം കാണേണ്ട ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ്. പ്രത്യേക സമിതി രൂപീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഈ പ്രത്യേക സമിതി രൂപീകരിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഈ വനമേഖലയിൽ ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. മാത്രമല്ല ഈ സമിതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ ഈ ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാൻ വിദഗ്ധരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടോ, അത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. മാത്രമല്ല പിരിഞ്ഞുപോയ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഏറെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടിരുത്താനുള്ള സമിതിയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ സമിതി കൊണ്ട് പ്രയോജനമുള്ളൂ. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വനമന്ത്രിയോ മാത്രം ഇരുന്നാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത്. വനമേഖലയിലെ, പ്രത്യേകിച്ചും ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഒക്കെ കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥർ, അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സംഘടനകൾ, ഇവരിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ സമിതിയിലുണ്ടെങ്കിലേ ഈ സമിതിക്ക് കാര്യമായി പ്രവർത്തിക്കാനാവുകയുള്ളൂ. ഇതിലൊക്കെ ആരെയാണ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ െങ്കിലും പ്രത്യേകമായി തിരികെ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പട്ടിക പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ അടിയന്തരമായി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണം തന്നെയാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കാതെ സർക്കാരിന് ഇനിയും ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ തന്നെ അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കുകയും ഇതിനുവേണ്ടി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. ഉമേഷ്, വിനോദ്, ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ പ്രത്യേക ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതല്ലാതെ ഇപ്പോൾ നേരിടുന്ന ഈ വന്യജീവി ആക്രമണം തടയാൻ സംബന്ധിച്ച് എന്തെങ്കിലും കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ അവർ നഷ്ടപരിഹാരവും ജോലിയും ഒക്കെയാണ് പ്രധാനമായും ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളും പ്രതിഷേധക്കാരും ഒക്കെ പ്രദേശവാസികളും ഒക്കെ ആവശ്യപ്പെടുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയിലേക്ക് മന്ത്രിസഭാ യോഗം പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനമെടുക്കുക മുഖ്യമന്ത്രി അധ്യക്ഷനായ ഈ ഉന്നതാധികാര സമിതിയായിരിക്കും? അത്തരത്തിലാണോ മന്ത്രിസഭാ തീരുമാനം? അതെ, മന്ത്രിസഭാ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഈ വിഷയമാണ് മന്ത്രിസഭ ആദ്യമായി തന്നെ ചർച്ച ചെയ്യുന്നത്. വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ നഷ്ടപരിഹാര തുകയൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണം. അതേപോലെ തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അവർ നേരിടുന്ന വെല്ലുവിളിയാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കുടുംബ
കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അപകട സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഒരാൾ കൊല്ലപ്പെട്ടത് കൊണ്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവൻ, അവരുടെ കൃഷി, അവരുടെ വീട്, അവരുടെ പാർപ്പിട സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ അവർക്ക് മറ്റ് സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ സർക്കാരിന് മുമ്പിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇതിനൊക്കെ എങ്ങനെ നഷ്ടപരിഹാരം ഈ സർക്കാരിന് നൽകാനാകും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് ഉമേഷ്.